السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ മുസ്ലിമീങ്ങളുടെ നിലപാട് എന്ത് എന്ന വിഷയത്തിന്റെ വിഷയാവതരണത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമതായി സൂറത്ത് ബഖറയിലെ 213 ആയത്ത് വെച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കാനന്നാസു ഉമ്മത്തൻ വാഹിദതൻ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീന വഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനന്നാസി ഫീമാ ഇഖ്തലഫൂ ഫീഹി വമാ ഇഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊതൂഹു മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാത്ത് ബഗ്യൻ ബൈനഹും ഫഹദല്ലാഹു അല്ലദീന ആമനൂ ബിമാ ഇഖ്തലഫൂ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിഹി വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ആ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം, കാനന്നാസു ഉമ്മത്തൻ വാഹിദത്തൻ, ജനങ്ങളെല്ലാം ഒരൊറ്റ സമുദായം ആയിരുന്നു. ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീന, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ നിയോഗിച്ചു. അഥവാ സന്തോഷവാർത്ത അറിയിക്കുകയും താക്കീത് നൽകുകയും ചെയ്യുന്നവരായ നബിമാരെ നിയോഗിച്ചു. വഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ്, യാഥാർത്ഥ്യമായിട്ടുള്ള വേദഗ്രന്ഥം അവരോടൊപ്പം അയക്കുകയും ചെയ്തു. ലിയഹ്കുമ ബൈനന്നാസി ഫീമാ ഇഖ്തലഫൂ ഫീഹി, ജനങ്ങൾ ഏതൊരു വിഷയത്തിലാണോ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത് എങ്കിൽ ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ മുയസ്സറിൽ പറയുന്നു, കാനന്നാസു ജമാഅത്തൻ വാഹിദത്തൻ, ആളുകളെല്ലാം ഒരൊറ്റ കൂട്ടമായിരുന്നു എന്ന് വെച്ചാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള കാലം, ഏകദേശം 10 നൂറ്റാണ്ട് കാലം, അങ്ങനെയാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവർക്കിടയിൽ ഒരു വിഭാഗീയതയും ഭിന്നതയും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ അവർ മുത്തഫിഖീന അലൽ ഈമാനി ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അവർ ഏകീഭവിച്ചവരായിരുന്നു. 100% തൗഹീദിൽ നിലകൊണ്ടവരായ ആളുകളായിരുന്നു. പിന്നീട് അവർക്കിടയിൽ എന്തുണ്ടായി? ഇഖ്തിലാഫ് ഉണ്ടായി. അഥവാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തോടു കൂടിയാണ്, ആ കാലമായപ്പോഴാണ് ഈ പറയുന്ന യഥാർത്ഥ ദീനിൽ നിന്നുള്ള ഇഖ്തിലാഫാത്തുകൾ, ഭിന്നിപ്പുകൾ അവർക്കുണ്ടായത്. അപ്പൊ ഭിന്നിപ്പുണ്ടായപ്പോഴാണ് അല്ലാഹു തആല ഫബഅസല്ലാഹു അന്നബിയീന, നബിമാരെ നിയോഗിച്ചത്. അതിനെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. ഫബഅസല്ലാഹു നബിയീന, അങ്ങനെ അല്ലാഹു തആല നബിമാരെ നിയോഗിച്ചു. ദുആതൻ ലിദീനില്ലാഹ്, അള്ളാഹുവിന്റെ ശരിയായ ദീനിലേക്ക്, ശരിയായ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നവരായ പ്രബോധകന്മാരായി കൊണ്ട് നബിമാരെ നിയോഗിച്ചു. അവരെന്താ ചെയ്തത്? മുബശ്ശിരീന മൻ അതാഅ അല്ലാഹ ബിൽ ജന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് അവർ സന്തോഷ വാർത്ത അറിയിച്ചു. വമുഹദ്ദിരീന മൻ കഫറ ബിഹി, ആ അള്ളാഹുവിൽ അവിശ്വസിച്ചവനായ ആളുകൾ, അഥവാ കുഫർ സംഭവിച്ചവനായ ആളുകൾ, ശിർക്ക് സംഭവിച്ചവനായ ആളുകൾ, വഅസാഹു, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധം ചെയ്തവനായ ആളുകൾക്ക് ഉണ്ട് എന്ന് അവരെ താക്കീത് ചെയ്തു. ബിന്നാർ, നരകം കൊണ്ട്, അവർക്ക് നരകമുണ്ട്. അപ്പം മുബശ്ശിരീന വ മുൻദിരീനായി, താക്കീത് നൽകുന്നവരും സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമായി കൊണ്ട് അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ, നബിമാരെ നിയോഗിച്ചു. വഅൻസല മഅഹുൽ കിതാബ സമാവിയ്യ, ആകാശലോകത്ത് നിന്നുള്ള വേദഗ്രന്ഥം ഇറക്കിക്കൊടുക്കുകയും ചെയ്തു. ബിൽ ഹഖ്, സത്യവേദ ഗ്രന്ഥം. എന്തിനാണ് ആ വേദഗ്രന്ഥം ഇറക്കിയത്? ലിയഹ്കുമൂ ബിമാ ഫീഹാ ബൈനന്നാസി ഫീമാ ഇഖ്തലഫൂ ഫീ, ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉള്ള വിഷയത്തിൽ ആ അമ്പിയാക്കന്മാർ, നബിമാർ അവർക്ക് ഇടയിൽ വിധി തീർപ്പാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അമ്പിയാക്കന്മാരെ അയച്ചു, അമ്പിയാക്കന്മാർക്ക് അവർ വേദഗ്രന്ഥങ്ങൾ അയച്ചു കൊടുത്തു. എന്നിട്ട് ആ വേദഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. ആ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല കിതാബുകൾ ഇറക്കിയിട്ടുള്ളത്. എന്നാൽ വമഖ്തലഫ ഫീ അംരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ കിതാബിഹി ളുൽമൻ വഹസദൻ, ഈ പറയുന്ന വിഷയം, അഥവാ നബി സല്ലല്ലാഹു, അന്തിമ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോ ആ റസൂലിനെ അംഗീകരിക്കുവാൻ
അവിടെ ഉണ്ടായിരുന്ന യഹൂദികളോ നസറാനികളോ തയ്യാറായില്ല. അതിനെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. വമഖ്തലഫ ഫീ അംരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ കിതാബിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടത്തേക്ക് അവതരിപ്പിച്ചിട്ടുള്ള കിതാബിന്റെയും കാര്യത്തിൽ ഭിന്നിച്ചിട്ടില്ല. ളുൽമൻ വഹസദൻ ഇല്ലല്ലദീന അഅതാഹുമുല്ലാഹു തൗറാത്ത, അല്ലാഹു തആല വേദഗ്രന്ഥമായ തൗറാത്ത് നൽകിയവരായ ആളുകളല്ലാതെ ഭിന്നിച്ചു പോയിട്ടില്ല. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി അംഗീകരിക്കുവാനോ മുഹമ്മദ് നബിയിൽ അവതരിപ്പിക്കപ്പെട്ടുള്ള വേദഗ്രന്ഥം അള്ളാഹുവിങ്കൽ നിന്നുള്ള വേദഗ്രന്ഥമാണ് എന്നോ അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞവരായ ആളുകൾ ഇതിനു മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരായ ആളുകളാണ്. യഥാർത്ഥത്തിൽ യഹൂദികളോ നസ്രാനികളോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നവരല്ല. കാരണം തൗറാത്തിലൂടെയും ഇഞ്ചീലിലൂടെയും നബിയെ സംബന്ധിച്ച് അന്തിമ വേദത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചില്ല. വഅറഫൂ മാ ഫീഹാ മിനൽ ഹുജജി വൽ അഹ്കാം ഫവഫഖല്ലാഹുൽ മുഅ്മിനീന ബിഫദ്ലിഹി ഇലാ തംയീസിൽ ഹഖി മിനൽ ബാത്തിലി. അപ്പോ അവിടെ വിശ്വസിക്കാൻ ഏറ്റവും യോഗ്യന്മാരായ ആളുകൾ വിശ്വസിക്കാതിരുന്നപ്പോഴും സത്യവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുത്തു. ഫവഫഖല്ലാഹുൽ മുഅ്മിനീന ബിഫദ്ലിഹി, അല്ലാഹു അവന്റെ ഫദ്ൽ കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് തൗഫീഖ് കൊടുത്തു. ഇലാ തംയീസിൽ ഹഖി മിനൽ ബാത്തിലി, ബാത്തിലിൽ നിന്നും ഹഖിനെ വേർതിരിക്കുവാനുള്ള സൗകര്യം അവർക്ക് ചെയ്തു കൊടുത്തു. വമഅരിഫതി മഖ്തലഫു ഫീഹി, അവർ ഏതൊരു കാര്യത്തിലാണോ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത് എങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം എന്ത് എന്ന് മനസ്സിലാക്കുവാനും അവർക്ക് തൗഫീഖ് കൊടുത്തു. വല്ലാഹു യുവഫ്ഫിഖു മൻ യശാ, അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്നവരായ ആളുകൾക്ക് വേണ്ടുക വെച്ചു കൊടുക്കും. മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്നും ഇലാ ത്വരീഖിൻ മുസ്തഖീം, മുസ്തഖീമായ ത്വരീഖിലേക്ക് വഴി നടത്തി കൊടുക്കുന്ന. അപ്പൊ ഇവിടെ വിഭാഗീയതയും ഭിന്നതയും വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരൊറ്റ ഉമ്മത്തായിരുന്നു, ആ ഉമ്മത്തായതിൽ നിന്നും ഭിന്നിച്ചു പോയവരായ ആളുകളെയാണ് ഇവിടെ വിമർശിക്കുന്നത്. ഭിന്നിച്ചു പോയി കഴിഞ്ഞാൽ അത് പരിഹരിക്കുവാനുള്ള വഴി ദീനുൽ ഇസ്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് അമ്പിയാക്കന്മാരെ നിയോഗിക്കുന്നത്, റസൂലുമാരെ നിയോഗിക്കുന്നത്, അവർക്ക് വേദഗ്രന്ഥം കൊടുക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ വേദഗ്രന്ഥങ്ങളും അമ്പിയാക്കന്മാരും വന്നിട്ടും അവർ പഠിപ്പിക്കുന്ന സംഗതികളെ ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ മാറി നിൽക്കുന്നവരായ ആളുകൾ, ഹക്കിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരായ ആളുകൾക്ക് അതിനുള്ള പ്രേരണ എന്ന് പറഞ്ഞാൽ എന്താ? അത് വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ബഗ്യം ബൈനഹും, അവർ പരസ്പര വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര വിരോധം വെച്ചു പുലർത്തുന്നത് കൊണ്ട് ഹക്കിനെ അംഗീകരിക്കുവാൻ കഴിയാത്തവരായ ആളുകളാണ് ഇത്തരം വിഭാഗീയതയിൽ ചെന്ന് പോയിട്ടുള്ളത്. അപ്പൊ വിഭാഗീയതയും ഭിന്നതയും ഛിദ്രതയും ഫുർഖത്തും ഭിന്നിപ്പും ഉണ്ടാക്കുന്നവരായ ആളുകൾ ഹക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ, അമ്പിയാക്കന്മാരുടെ പാത പിൻപറ്റുകയാണെങ്കിൽ, അവർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങളെ പിൻപറ്റുകയാണെങ്കിൽ അവർക്കൊരിക്കലും ഭിന്നത എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവില്ല. ഭിന്നത ഉണ്ടാകുന്നത്, അത് ഫിത്നയായി മാറുന്നത് ഈ പറയുന്ന അടിസ്ഥാന തത്വങ്ങൾ അംഗീകരിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ്. പൂർവീകന്മാരായ ആളുകൾക്കൊക്കെ സംഭവിച്ചത് അതാണ്. യഹൂദികൾക്ക് സംഭവിച്ചത് അതാണ്. നസറാനികൾക്ക് സംഭവിച്ചത് അതാണ്. അപ്പോൾ അത്തരം ഒരു ഭിന്നിപ്പ് ഈ ഉമ്മത്തിൽ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള വിശദീകരണങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷവും ആ വേദഗ്രന്ഥത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഏകീഭവിച്ച് ഒരുമിച്ച് പോകുന്നതിന് പകരം ഭിന്നതയിൽ അകപ്പെട്ടു പോയിട്ടുള്ള പൂർവ്വകാല സമുദായങ്ങളെ അതിനിശിതമായി വിമർശിക്കുന്ന ഒട്ടേറെ വചനങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ പറ്റും. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവരായ ആളുകൾ ഭിന്നിച്ചു പോയിട്ടില്ല. ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു, അവർക്ക് വ്യക്തമായ അറിവ് വന്നു കിട്ടിയതിന് ശേഷമല്ലാതെ. ബഗ്യൻ ബൈനഹും, അവർ പരസ്പരമുള്ള വിദ്വേഷത്തിന്റെ ഭാഗമായി. അപ്പോൾ പരസ്പര വിദ്വേഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിദ്വേഷത്തിന്റെ ഭാഗമാക്കി മതത്തെ മാറ്റുകയും വ്യക്തമായ തെളിവുകളും ഇൽമുകളും ഉണ്ടായിട്ടും ആ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് പകരം വിഭാഗീയതയും ഭിന്നതയും ഉണ്ടാക്കുന്നവരായ ആളുകൾ, അതിനെയാണ് വിശുദ്ധ ഖുർആൻ അതിനിശിതമായി വിമർശിച്ചിട്ടുള്ളത്. എത്രയോ വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വമഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊതൂഹു, അത് നൽകപ്പെട്ടവരായിട്ടുള്ളവരായ ആളുകളല്ലാതെ ഭിന്നിച്ചു പോയിട്ടില്ല. മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിനാതു, അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയതിന് ശേഷം.
ബഗ്യൻ ബൈനഹും, അവർക്കിടയിലുള്ള പരസ്പര പോര് മൂലം. അങ്ങനെയാണ് പൂർവ്വ സമൂഹങ്ങളിലൊക്കെ ഭിന്നത ഉണ്ടായത്. യഹൂദികളും ക്രിസ്ത്യാനികളൊക്കെ ഒരുപാട് കക്ഷികൾ ഉണ്ടായത് വ്യക്തമായ വേദഗ്രന്ഥ സന്ദേശങ്ങൾക്ക് വിധേയമായി കൊണ്ട് പ്രവർത്തിക്കുന്നതിന് പകരം അവരുടെ ദുനിയവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി വിഭാഗീയതയുണ്ടാക്കി ഭിന്നത ഉണ്ടാക്കിയവരായ ആളുകളാണ്. അങ്ങനെയാണ് ഭിന്നത ഉണ്ടായത്. അതിനെയാണ് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിമർശന വിധേയമായിട്ടുള്ളത് ആക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരായത്താണ് ഞാൻ ഇവിടെ ടാഗ് ചെയ്തിട്ടുള്ള ഈ ടെക്സ്റ്റ്. അതിൽ പറയുന്നത് എന്താണ്? സൂറത്ത് അൻആമിലെ 159 ആയത്താണത്. ഇന്നല്ലദീന ഫർറഖൂ ദീനഹും, തീർച്ചയായും തങ്ങളുടെ മതങ്ങളെ ഭിന്നിപ്പിച്ചിട്ടുള്ളവർ, വകാനൂ ശിയഅൻ, അങ്ങനെ അവർ കക്ഷികളായി തീരുകയും ചെയ്തു. അപ്പോ മതത്തെ ഭിന്നിപ്പിക്കുകയും കക്ഷികളായി തീരുകയും ചെയ്തവരായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആരാണ്? അവർ യഹൂദികളും നസ്രാനികളുമാണ് എന്ന തഫ്സീറുകൾ വിശദീകരിച്ചിട്ടുള്ളത്. വ്യക്തമായ തെളിവുകളൊക്കെ വന്നു കിട്ടിയതിനു ശേഷവും അവരുടെ ഭൗതികമായ കാര്യത്തെ ദീനിൽ കൂട്ടിച്ചേർക്കുകയും മതത്തെ ഭൗതികവൽക്കരിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ സന്ദേശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിഭാഗീയതയും ഭിന്നതയും ആശയവും കാഴ്ചപ്പാടുകളും ഉണ്ടാക്കുകയും ചെയ്തവരായ ആളുകൾ. ലസ്ത മിൻഹും ഫീ ഷൈഇൻ, അങ്ങനെയുള്ളവരുമായി താങ്കൾക്ക് യാതൊരു ബന്ധവുമില്ല. ആർക്ക്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെയുള്ള ഭിന്നത ഉണ്ടാക്കിയവരുമായി ഒരു ബന്ധവുമില്ല. ഇന്നമാ അംറുഹും ഇലല്ലാഹ്, അവരുടെ കാര്യം, ആ ഭിന്നത ഉണ്ടാക്കിയവരായ ആളുകളുടെ കാര്യം അള്ളാഹുവിങ്കലേക്കാണ്, അവൻ നോക്കിക്കൊള്ളും. തുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ, അവർ ചെയ്തു വെച്ചതിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ അവരെ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഭിന്നത, വിഭാഗീയത എന്ന് പറയുന്ന സംഗതി ദീനിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നതിനെ നിശിതമായി വിമർശിക്കുകയാണ് ഈ ആയത്തിലൂടെ. എന്നാൽ യഹൂദികളുടെയോ നസ്രാനികളുടെയോ കാര്യത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് എങ്കിലും ആ പറഞ്ഞിട്ടുള്ള തത്വം എല്ലാവർക്കും ബാധകമാണ്. മുസ്ലിം ഉമ്മത്തിൽ അത്തരം തഫ്രീഖത്തും ഭിന്നത്തും ഫുർഖത്തും വിഭാഗീയതയും ഉണ്ടാക്കുന്നവരായ ആളുകൾക്കും ഇത് ബാധകമാകുന്നു എന്നർത്ഥം. തഫ്സീർ മുയസ്സറിൽ പറയുന്നു, ഇന്നല്ലദീന ഫർറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ഷൈഇൻ ഇന്നമാ അംറുഹും ഇലല്ലാഹ് തുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ എന്ന് പറഞ്ഞാൽ ഇന്നല്ലദീന ഫർറഖൂ ദീനഹും ബഅദമാ കാനൂ മുജ്തമിഈന അലാ തൗഹീദില്ലാഹ്, അല്ലാഹുവിന്റെ ഏകത്വമാകുന്ന തൗഹീദിൽ ഒരുമിച്ച് കൂടിയതിനു ശേഷം പിന്നെ മതത്തിൽ വിഭാഗീയത, ഫുർഖത്ത് ഉണ്ടാക്കിയവരായ ആളുകൾ. വൽ അമലി ബിശർഇ, അല്ലാഹുവിന്റെ ശരീഅത്ത് നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്ന വിഷയത്തിലും ഭിന്നത ഉണ്ടാക്കിയവരായ ആളുകൾ. ഫഅസ്ബഹു ഫിറഖൻ വഅഹ്സാബൻ, അങ്ങനെ ഒരുപാട് കക്ഷികളും വിഭാഗങ്ങളും പാർട്ടികളും ആയിത്തീരുകയും ചെയ്തവർ. ഇന്നക അയ്യുഹർ റസൂൽ, ഏ നബിയേ, അങ്ങ് ബരീഉം മിൻഹും, അത്തരം ആളുകളിൽ മുക്തനാണ്, അവരുമായി താങ്കൾക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഉമ്മത്തിലും ഇത്തരം കക്ഷിത്വങ്ങളും വിഭാഗീയതകളും ഉണ്ടാക്കുന്നവരായ ആളുകളുമായി താങ്കൾക്കൊരു ബന്ധവുമില്ല. ഇന്നമാ ഹുക്മുഹും ഇലല്ലാഹി തആല, അവരുടെ വിധി എന്താണെന്ന് അല്ലാഹു തആല തീരുമാനിച്ചുകൊള്ളും. തുമ്മ യുഖ്ബിറുഹും ബിഅഅമാലിഹിം, അവരുടെ അമലുകളെ കുറിച്ച് അല്ലാഹു തആല അവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യും. ഫയുജാസി മൻ താബ മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്നും മൻ താബ മിൻഹു വഅഹ്സന ബിഹിസാനിഹി, അവരുടെ കൂട്ടത്തിൽ നിന്നും തൗബ ചെയ്യുകയും ഇഹ്സാൻ ചെയ്യുകയും ചെയ്തവരായ ആളുകൾക്ക് അല്ലാഹു തആല നല്ല പ്രതിഫലം കൊടുക്കും. വയുആഖിബുൽ മുസീഅ ബിഇസാഅതിഹി, അവരുടെ കൂട്ടത്തിൽ തിന്മ ചെയ്തവരായ ആളുകൾക്ക് തിന്മ കൊണ്ട് അല്ലാഹു തആല ശിക്ഷ കൊടുക്കുകയും ചെയ്യും എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇനി ഇതിനൊക്കെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ ഇബ്നു ജരീർ തുബരി, അതുപോലെ തന്നെ ഇബ്നു കഥീർ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കൂടി ഇവിടെ കേൾക്കുന്നത് നല്ലതാണ്. ഇന്നല്ലദീന ഫർറഖൂ ദീനഹും വകാനൂ ശിയഅൻ എന്ന് പറയുന്ന സൂറത്ത് അൻആമിലെ 158 ആയത്തിനെ വിശദീകരിച്ചതിന് ശേഷം ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി അലൈഹി 7-ാം നൂറ്റാണ്ടുകാരനായ അഹ്ലുസുന്നത്തിന് ഏറ്റവും സ്വീകാര്യനായ ആലിമീങ്ങളിൽ ഒരാളാണ്. അദ്ദേഹം കൊടുത്ത തഫ്സീർ എന്താണ്? വല്ലാഹിർ, പ്രത്യക്ഷമായ ആശയം, അന്നൽ ആയത ആമത്തുൻ ഫീ കുല്ലി മൻ ഫാറഖ ദീനല്ലാഹ്, അള്ളാഹുവിന്റെ ദീനിൽ നിന്നും വ്യതിചലിച്ചു പോയവൻ, അതായത് ഫാറഖ, അതിന് വിട്ടുപിരിഞ്ഞവൻ, അതിൽ ഫിർഖത്തുണ്ടാക്കിയവൻ, വകാന മുഖാലിഫൻ ലഹു, എന്നിട്ട് ദീനിന് എതിരായി പ്രവർത്തിക്കുന്നു, ദീന് വിടുക, ദീനിനോട് എതിരായി പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും ബാധകമാണിത്. ഫഇന്നല്ലാഹ ബഅസ റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അള്ളാഹു അവന്റെ റസൂലിനെ ഹുദ, സന്മാർഗമായി കൊണ്ടും ദീനുൽ ഹഖ്, സത്യമതവുമായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. എന്തിന്? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, എല്ലാ മതങ്ങളുടെ മേലെയും അതിജയിക്കാൻ വേണ്ടി. ദീനുൽ ഇസ്ലാമിന്റെ മേലെ മറ്റൊരു ദീനില്ല. അപ്പൊ ദീനനുസരിച്ച് ജീവിക്കുന്നതിന് പകരം ദീനിന്റെ താല്പര്യങ്ങളെ വേറെ ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട്
ഫുർഖത്തുണ്ടാക്കുന്നവരായ ആളുകൾക്ക് എതിരെയാണിത്. അള്ളാഹു നിയോഗിച്ച ദീനിന്റെ ശരീഅത്ത് നിയമങ്ങൾ വാഹിദ് ഒന്നാണ്. ലഖ്തിലാഫ ഫീഹി, അതിലെന്തില്ല, പിന്നെ ഇഖ്തിലാഫ് ഭിന്നതയില്ല. വലഫ്തിറാഖ, ഭിന്നതയില്ല, വിഭാഗീയതയില്ല. ഫമൻ ഇഖ്തലഫ ഫീഹി, ആരെങ്കിലും അതിനോട് എതിരായാൽ, ഭിന്നിച്ചാൽ, ദീനുൽ ഇസ്ലാമിന്റെ തൗഹീദിനോടും വിശ്വാസത്തിനോടും അതുപോലെ തന്റെ ശരീഅത്ത് നിയമത്തിനോടും ആരെങ്കിലും ഭിന്നിച്ചാൽ അവനാണ് വകാനു ശിയഅൻ, അവനാണ് ഷിയത്ത് കക്ഷിയാകുക എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിന്റെ ആയിക്കോളന്നില്ല. ദീനുൽ ഇസ്ലാമിന്റെ താല്പര്യത്തിന് എതിരായി നിന്ന് കഴിഞ്ഞാൽ തന്നെ കക്ഷിയായി. അഹ്ലിൽ മിലലി വന്നിഹലി, കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള വ്യത്യസ്തങ്ങളായ മതസമൂഹങ്ങളും മില്ലത്തുകളും ഉണ്ടല്ലോ, അതുപോലെ യഹൂദികൾ ക്രിസ്ത്യാനികളൊക്കെ പോലെ തന്നെയുള്ള ഒരു കക്ഷിയായി മാറി. വഹിയ അൽ അഹ്വാ വൽ വലാലാത്ത്, അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഹവയും വലാലാത്തുകളുമാണ്. ദീനുൽ ഇസ്ലാമിനെ വേർതിരിഞ്ഞുകൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന ഏത് സംഗതിയാകട്ടെ, ദീനിന്റെ പ്രമാണങ്ങൾക്ക് മുക്തമായി ഉണ്ടാക്കപ്പെടുന്ന ഏത് സംഗതിയാകട്ടെ, അതൊക്കെ ഹവയുടെയും വലാലത്തിന്റെയും ഭാഗമാണ്, കക്ഷിത്വമാണത്. ഫല്ലാഹു ഖദ് ബറഅ റസൂലഹു മിമ്മാ ഹും ഫീ, അവരേതൊരു വലാലത്തിലാണോ ഏതൊരു അഹ്വായിലാണോ അത്തരം സംഗതികളിൽ നിന്നും അള്ളാഹു അവന്റെ റസൂലിനെ ബറഅ, മുക്തനാക്കിയിരിക്കുന്നു. വലസ്ത മിൻഹും ഫീ ഷൈഇൻ എന്ന് പറഞ്ഞതിലൂടെ അതാണ് വ്യക്തമാകുന്നത്. വഹാദിഹിൽ ആയത്തു കഖൗലിഹി തആല, ഈ ആയത്താകട്ടെ അള്ളാന്റെ വാചകം പോലത്തെയാണ്. എന്താണ് ആ വാചകം? ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീ. സൂറത്ത് ശൂറ 13-ാമത്തെ ആയത്ത്. നിങ്ങൾക്ക് ശരീഅത്തായി തന്നിരിക്കുന്നു. ശറഅ ലക്കും മിനദ്ദീനി, ദീനിൽ നിന്നും നിങ്ങൾക്ക് ശരീഅത്താക്കി തന്നിരിക്കുന്നു. മാ വസ്സാ ബിഹി നൂഹൻ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല വസിയത്ത് കൊടുത്ത അതേ കാര്യമാണ് നിങ്ങൾക്കും നിയമമാക്കിയിട്ടുള്ളത്. വല്ലദീ ഔഹൈനാ ഇലൈക, താങ്കൾക്ക് നാം വഹി നൽകിയതും. വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ, മൂസാ നബിക്കും ഈസാ നബിക്കും ഇബ്രാഹിം നബിക്കും നാം വസിയത്ത് കൊടുത്തിട്ടുള്ളതും എല്ലാം ഒന്ന് തന്നെയാണ്. അൻ അഖീമുദ്ദീന, ദീൻ നിലനിർത്തണം എന്നതാണത്. വലാ തതഫറഖൂ ഫീ, ദീനിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വ്യതിചലിക്കാൻ പാടില്ല, അതിൽ നിന്ന് വിഭാഗീയത ഉണ്ടാക്കരുത്, ഭിന്നത ഉണ്ടാക്കരുതെന്നല്ലാണ്. അപ്പൊ ദീന് ഏകമായി നിലകൊള്ളണം. ദീനിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ആരുണ്ടാക്കിയാലും അതൊക്കെ വിഭാഗീയതയുടെയും ശിയത്തിന്റെയും അഹ്സാബിന്റെയും പിന്നെ വിലക്കപ്പെട്ടതിന്റെയും പരിധിയിലാണ് വരിക. വഫിൽ ഹദീസ്, ഹദീസിലുണ്ട്, നഹ്നു മആശിറൽ അംബിയായി ഔലാദു അല്ലാത്തിൻ ദീനുനാ വാഹിദ്, ഞങ്ങൾ അമ്പിയാക്കന്മാരുടെ കൂട്ടം എല്ലാവരും ഔലാദു അല്ലാത്തിൻ ദീനുനാ വാഹിദ്, ഞങ്ങളൊക്കെ ദീൻ ഒന്നാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്തിമ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വരെയുള്ള എല്ലാവരുടെയും ദീൻ ഒന്നാണ്. ഒരൊറ്റ ദീനാണ് അവർ പ്രബോധനം ചെയ്തത്. എല്ലാവരുടെയും ദീൻ ഒന്നാണ്, എല്ലാവരുടെയും അഖീദ ഒന്നാണ്, എല്ലാവരുടെയും തൗഹീദ് ഒന്നാണ്. അതിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. ഏതുപോലെ ഒരു വാപ്പാക്ക് വ്യത്യസ്തങ്ങളായ ഉമ്മയിൽ ജനിച്ചിട്ടുള്ള വ്യത്യസ്ത ഭാര്യമാരിൽ ജനിച്ചിട്ടുള്ള മക്കളാണ് ഞങ്ങളുടെ പിതാവ് ഒന്നാണ്. ഉമ്മമാർക്ക് വ്യത്യാസമുള്ളൂ, ശരീഅത്ത് നിയമങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നതല്ലാത്ത ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളെല്ലാം അമ്പിയാക്കന്മാരെല്ലാം ഒന്നു തന്നെയാണ്. അതിൽ നിന്ന് വിഭാഗീയത ഉണ്ടാക്കുന്നവരായ ആളുകളുമായി യാതൊരു ബന്ധമല്ല. ശിർക്കിന്റെയും കുഫറിന്റെയും പ്രചാരകന്മാരായി നടക്കുന്ന ഒരാളുമായും അത്തരം വിഭാഗീയത ഉണ്ടാക്കുന്നവരായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് ഈ ആയത്തിന്റെ സാരാംശം. ഫഹാദാ ഹുവ സിറാത്തുൽ മുസ്തഖീം, അതിനാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയാ. വഹുവ മാ ജാഅത് ബിഹി റുസുൽ, റസൂലുമാര് കൊണ്ടുവന്നതാകുന്നു ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ. എല്ലാ റസൂലുമാരും സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് ക്ഷണിച്ചത്, കൊണ്ടുവന്നിട്ടുള്ളത്. അതെന്താണ്? മിൻ ഇബാദത്തില്ലാഹി വഹ്ദഹ്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കണം. ലാ ശരീക ലഹ്, അവൻ ഒരു തരത്തിലുള്ള പങ്കുകാരുമില്ല എന്ന അടിസ്ഥാന ആശയാണ് ദീന്. വത്തമസ്സുക് ബി ശരീഅത്തി റസൂലിന്റെ ശരീഅത്ത് അനുസരിച്ച് മുറുകെ പിടിക്കണം. അൽ മുതഅഖിർ വമാ ഖാലഫ ദാലിക ഫളലാലാതുൻ വജഹാലാതുൻ വആറാഉൻ വഅഹ്വാഉൻ. അപ്പൊ റസൂലുമാര് പഠിപ്പിച്ചിട്ടുള്ള അഖീദയിലും വിശ്വാസത്തിൽ നിന്നും അവർ പഠിപ്പിച്ചിട്ടുള്ള ശരീഅത്ത് നിയമത്തിൽ നിന്നും ഒരാൾ പുറത്തു കിടക്കുക എന്ന് പറഞ്ഞാൽ, അതിനോട് എതിരാവുക എന്ന് പറഞ്ഞാൽ ദാലിക ഫളലാലാത്, വഴികേടുകളാണ്. വജഹാലാത്, വിവരക്കേടുകളാണ്. വആറാഉൻ വഅഹ്വാ, ഇച്ഛക്കനുസരിച്ചുള്ള സ്വന്താഭിപ്രായങ്ങളാണ്. അർറുസുലു ബുറആഉ മിൻഹാ, എല്ലാ റസൂലുമാരും ഇത്തരം അഹ്വാകളും ആറാകളും ജഹാലാത്തുകളും ആയ സംഗതികളോട് എതിരാണ്. അതാണ് ലസ്ത കമാ ഖാല തആല
ലസ്ത മിൻഹും ഫീ ഷൈ, താങ്കൾക്ക് അവരുമായി ഒരു ബന്ധവുമില്ല. അത്തരം കാഴ്ചപ്പാടുകളും ദീനീ വിരുദ്ധമായ കാര്യങ്ങളും ഉണ്ടാക്കുന്നവരായ ആളുകളോട് ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ കാരണം വഖൗലുഹു ഇന്നമാ അംറുഹും ഇലല്ലാഹ് സുമ്മ യുനബ്ബിഹും ബിമാ കാനൂ യഫ്അലൂൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കഖൗലിഹി, അല്ലാഹുവിന്റെ വാക്ക് പോലെയാണ്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബീന വന്നസാറ വൽമജൂസ വല്ലദീന അശ്റകൂ ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമത്തി ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ് എന്നാണ്. തീർച്ചയായും വിശ്വസിച്ചവരായ ആളുകൾ, യഹൂദികളായ ആളുകൾ, സായിബത്തിന്റെ ആളുകൾ, നസറാനികൾ, മജൂസികൾ, വല്ലദീന അശ്റകൂ ശിർക്ക് ചെയ്യുന്നവരായ ആളുകൾ, അവരൊക്കെ ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവർക്കിടയിലൊക്കെ ഫസ്ൽ ഉണ്ടാക്കും, വേർതിരിവുണ്ടാക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹു എല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന, സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നവനാകുന്നു.